അപ്പൊ ഞാനേ ഇപ്പൊ കുട്ടികളൊക്കെ ഏതാണ്ട് സൈലന്റ് ആയി നമ്മൾ ഇന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് അവർക്കൊരു ഗെയിം കൊടുക്കാം. പക്ഷെ നിങ്ങളും പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. ഓക്കെ? ഓണം പഴഞ്ചൊല്ല് അറിയായിരിക്കുമല്ലോ? ഇല്ലായിരിക്കും. ഓക്കെ, ഞാൻ കുറച്ച് ഓണം പഴഞ്ചൊല്ല് എഴുതി വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഞാൻ ആദ്യം ധർമ്മജൻ ഫാമിലിക്ക് ഞാൻ കൈമാറും. അത് എന്താണെന്ന് ഇവരെ ഒന്ന് അഭിനയിച്ച് ആക്ഷനോട് കൂടി കാണിക്കണം. ഇവരെ കൂടെ പറയിപ്പിക്കാൻ വേണ്ടി നോക്കണം. ഓക്കെ, ഇത് ഭയങ്കര ഒച്ചത്തിൽ പറയല്ലേ? ഇല്ലേ കൊടുത്തോ, കൈമാറിക്കോളൂ. ഞാൻ കാണിച്ചുതരാം. പൂക്കളം. പൂക്കളം. ഓണം. ഓണം. ഓണപ്പുട്ടാ. ഓണത്തിനിടക്ക് പുട്ട് കച്ചവടം. വിചാരിച്ച പോലെ അല്ലട്ടാ. ഇവിടെ 4 പേരും പാർട്ടിസിപ്പേറ്റ് ചെയ്യണം കേട്ടോ. അതിനെന്ത് പറയുന്നു? ഇനി അങ്ങോട്ട് മുഴുവൻ ടഫാ. ഒരു വാക്ക് കിട്ടൂല. പാസ് ചെയ്യാ. അറിയാമോ? ആദ്യത്തെ അറിയാമോ? ചെലപ്പോ ലാസ്റ്റത്തെ പറയിപ്പിച്ച് ചെലപ്പോ ഫസ്റ്റ് കിട്ടും. മീനിങ് അറിയാൻ പാടില്ല. അത് നമുക്ക് പെട്ടെന്ന് പഴഞ്ചൊല്ല് ഇപ്പൊ കിട്ടും. ഇതെന്ന് വെച്ചാല് ഇതിന്റെ ആദ്യത്തെ വാക്ക് പറഞ്ഞു കൊടുക്കാൻ ഇത്തിരി വിഷമമാണ്. അത് മനസ്സിലാക്കാൻ എനിക്ക് തന്നെ അതിന്റെ അത് എങ്ങനെ ഏതാണെന്ന് എനിക്കൊരു കൺഫ്യൂഷൻ ഉണ്ട്. അപ്പൊ നമുക്ക് അതിന്റെ ആ വാക്കിന്റെ അവസാനം ഇതിന്റെ മീനിങ് നമുക്ക് ആദ്യം കൊടുക്കാം. പൂക്കളം. ഓണം. ഓണം. കാണോന്ന് പറഞ്ഞ സംഭവം എനിക്കറിയാൻ പാടില്ല. ശരിക്കും പറഞ്ഞാല് കാണാൻ ശരിക്കും എന്തെന്നാണ് കാണാൻ പറ്റും. ഓണം തിന്നോന്ന് ഇതുവരെ നമുക്കറിയാം. നമ്മൾ ജനിച്ച ഈ കാണന്ന് പറഞ്ഞ സാധനം എനിക്കറിയാൻ പാടില്ലത്. അത് എന്താണ് ശരിക്കും എന്താണ്? അല്ല എന്താണ് ചിക്ക് പറ. നീ ഭയങ്കര ടഫാണ് എന്ന് പറയുന്ന കാര്യം പറഞ്ഞില്ലേ? അല്ല അല്ല ഞാൻ ചോദിക്കാണ്, കാണണം എന്ന സാധനം ചിക്കു എഴുതിയല്ലേ? ചിക്കു അല്ലാതെ ക്വസ്റ്റ്യൻ തയ്യാറാക്കിയത്. ഈ കാണന്ന് പറഞ്ഞ എന്താണ്? കാണുന്നത് എനിക്ക് അറിഞ്ഞൂടാ. നമ്മുടെ ചെറിയൊരു സാധനമാണെങ്കിലും അല്ല ഞാൻ മനസ്സിലാക്കുന്ന ചെറിയൊരു അല്ലല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, ഞാനൊരു സിനിമയില് പിഷാരടി നായകനായിട്ടുള്ള ഒരു സിനിമയില് കപ്പൽ മുതലാളിയിലെ ആനപ്പാപ്പാനാണ് ഞാൻ. അപ്പൊ അതിനകത്ത് ആനനെയും കൊണ്ടൊക്കെ നടക്കണുണ്ട്. അപ്പൊ അതിനകത്ത് ഇങ്ങനെ ഡയലോഗ് എഴുതി വെച്ചാൽ ഈ കാണ ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ ചോദിച്ചത് എന്തെന്നാണ് ഈ കാണുന്നത് ചോദിച്ചു. കാണുന്ന് പറഞ്ഞാല് അന്ന് എനിക്ക് പറഞ്ഞു തന്നത് ഈ പഴക്കൊലയില്ലേ, പഴക്കൊല ഉലിഞ്ഞ് കളഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തിന്നു കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ അത് വിറ്റ് കഴിഞ്ഞിട്ട് ഇതിനൊരു സാധനം ഇങ്ങനെ തൂങ്ങിക്കിടക്കൂലേ, ഇതിനെയാണെന്നാണ് പറഞ്ഞത് എന്നോട്. അപ്പൊ എനിക്ക് കാണത്തിന്റെ മീനിങ് എനിക്ക് അറിയാൻ പാടില്ല. ഇത് എന്താണെന്ന് ചോദിച്ചപ്പോ ഈ പഴമൊക്കെ ഉലിഞ്ഞ് ഈ നമ്മള് ഒരു പെട്ടിക്കടയിലേക്ക് ചെന്നതിന് ശേഷം ആന ഇതൊക്കെ ഉലിഞ്ഞ് തിന്നും, നമ്മ കാണൂല. അപ്പൊ കാണാൻ മാത്രം ഇങ്ങനെ കിടക്കുമെന്ന് പറഞ്ഞു. അതാണോന്ന് എനിക്കറിയില്ല. അപ്പൊ ഞാൻ അവിടെ ഇരുന്നോട്ടെ. അടുത്തത് എനിക്ക് തോന്നുന്നു ചേച്ചി. എന്ത് പറയും? നീ പറഞ്ഞോട്. ഉറക്കം വയ്ക്കാൻ പാടില്ല. ചേട്ടൻ കുറച്ച് പാടാണ്, എന്നാലും പറയാം. പൂക്കളം. ഓണം. ഉത്രാടം. ഉത്രാടം മുമ്പ് എന്താണ്? അനിഴോ? ഓണം. ഓണം, ഉത്രാടം, കൂടി മറ്റേ ഇത് 10 അത്തം ചിത്തിര. അത്തം ചിത്തിര. ചിത്തിര അതല്ലല്ലോ. അത്തം അത്തം. അത്തം 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 പാച്ച. അത്ത സമയം. അത്തച്ചമയോ? നേരത്തെ പറഞ്ഞു. അത്തച്ചെയിൻ. അത്ത ചേച്ചി നേരത്തെ പറഞ്ഞതാണ് തോന്നുന്നു. ക്ലിപ്പാ. കർത്താൽ. അത്തം കർത്താൽ.
ഓണം വെളുക്കും. ബ്ലാക്ക് കാണിച്ചതുണ്ട, അത് നന്നായി ഏതായാലും. അതുള്ള ലാസ്റ്റ് വണ്ണേ. സുബിത പിടിച്ചത്. ഓക്കെ, പറഞ്ഞു ചേട്ടൻ അല്ല അവർക്ക് കൊടുത്തു നോക്ക്, ഞങ്ങൾ മാത്രം വെച്ച് ലച്ചു ചെയ്യുന്നോ? കാണിക്കല്ലേ. അമ്മോയേ അല്ല അല്ല ഞങ്ങൾക്കാണ്. നോക്കണ ചെയ് ആ ചെയ്. ചെയ്. എങ്ങനെയാ ചെയ്യത്? അല്ല ഞാൻ ചെയ്യണോ? ഇത് അങ്ങനെ ഇട്ടിട്ട് മാത്രമാണ് ചെയ്യണത്. അടുത്ത അവര് ചെയ്തോളും. ഉള്ളത് കൊണ്ടോണം ഇങ്ങനെ മനസ്സിലായി. അല്ല, ചേട്ടന്റെ മുഖം കണ്ടപ്പോ തന്നെ മനസ്സിലായി. അയ്യോ, ഇത് കലക്കിയതാ. ഇപ്പോഴാണ് ആക്റ്റീവ് ആയത്. നമുക്ക് വേണ്ടത് ഇങ്ങനത്തെ ഗെയിം ഒക്കെയാണ്. ഒന്നും കാണിക്കേണ്ടി വന്നില്ല. ഞാൻ ഓർത്ത് ടഫായി പോകുന്നു വിചാരിച്ചു. അല്ല, ചേട്ടന്റെ മുഖം കണ്ടപ്പോഴേ അയ്യോ ഇല്ല എന്നുള്ളൊരിത് അതിന് മനസ്സിലായി. ശരിക്കും പഴഞ്ചൊല്ലൊക്കെ അറിയോ? ഭയങ്കര ഇഷ്ടമാണോ? ഞാൻ ഇത് എപ്പോഴും പറയണ എപ്പോഴും പറയാറുണ്ട്. അല്ല, കുട്ടികൾക്ക് ഇങ്ങനെ ഒരു കളി ഉണ്ടല്ലോ. അതുള്ള ഒറ്റ അക്ഷരം കാണിച്ചുള്ളൂ, അപ്പൊ തന്നെ കിട്ടി. ഞാനിവിടെ എത്തിയില്ലായിരുന്നു. അടിപൊളി. അപ്പൊ ഗെയിം കളിക്കേണ്ട ഒരു മൂഡ് വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇനി ഓണം കളികൾ തുടങ്ങാം. റെഡി അല്ലേ? ഇത് കഴിഞ്ഞ ഈ സെഗ്മെന്റ് കഴിഞ്ഞു. ദൈവമേ. ഓക്കെ.